വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് റംദാൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടാ പാൻ ഫ്രൈഡ് പനീർ മമ്മൂസ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഏത് ഓയിലായാലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഞാൻ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 150 ഗ്രാമിൻ്റെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, അങ്ങനെ വേണം കേട്ടോ. നല്ല ഡവായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതാദ്യം നമുക്ക് ഇങ്ങനെ ബോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച് പനീർ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 മിനിറ്റ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി സവോളയും പിന്നെ പകുതി ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇത് പനീരെന്ന് പറഞ്ഞാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ കേട്ടോ കഴിക്കാൻ ആൾക്കാർക്ക്. ചിക്കൻ മമ്മൂസില്ലേ, അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ട് മിനിറ്റ് ശേഷം നമ്മൾ സവാള പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി, കൂടാൻ പാടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടല്ലോ. ഈ ഫില്ലിംഗ് കൊണ്ട് 2 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരെണ്ണം നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് അല്ലേ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബ്രെഡ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഈ ഫില്ലിംഗ് നമുക്ക് കുറച്ച് മയോനൈസും കച്ചപ്പൊക്കെ തേച്ചിട്ട് ഫില്ലിംഗ് വെച്ച് എടുത്താൽ മതിട്ടാ. അടിപൊളി ടേസ്റ്റ് ഉണ്ടാവേ. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകില്ല ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ നേരത്തെ ഇടിച്ച മുളക് ഇട്ടില്ലേ, അത് ഒഴിവാക്കാം കേട്ടോ. ചില്ലി പേസ്റ്റ് എൻ്റെ കയ്യിലില്ല കേട്ടോ, അതാണ് പിന്നെ ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നാണ് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കുള്ളിൽ വെച്ചിട്ട് പറുത്ത് എടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കട്ടോ. ഞാൻ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് അല്ല റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. കുറച്ചുകൂടി നൈസായിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ പറുത്തിട്ട് എടുക്കാം കേട്ടോ. പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ നമ്മൾ ഫില്ലിങ് വെച്ച് എടുക്കുക. കൂടി പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മൊത്തത്തിൽ ഈ മാവ് കൊണ്ട് ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ സൈസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പനീർ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പനീർ വെച്ചിട്ടല്ല നമ്മൾ
നമുക്കിഷ്ടമുള്ള ഏത് ഫില്ലിങ് വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം മൂടി തുറന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ മൂടി വയ്ക്കുക. ഒന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. സിമ്പിളാണ്. പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പനീർ മമ്മൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.